കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കോട്ടയത്ത് ചേരുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, വന്യജീവി പ്രശ്നങ്ങൾ എന്നിവ ചർച്ചയാകും. യുഡിഎഫിന്റെ പരോക്ഷ ക്ഷണവും സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. എൽഡിഎഫിൽ ഹാപ്പിയാണെന്നും രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടില്ല എന്നും ജോസ് കെ മാണി പറഞ്ഞു. രാഷ്ട്രീയ സാഹചര്യം മാറിയില്ലല്ലോ. പൂർണ്ണ ഹാപ്പിയല്ല. ഇത് ഇപ്പോൾ ഈ എയറിൽ ഇങ്ങനെ സംസാരിക്കുന്നതല്ലാതെ അവർക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് അറിയാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ അത് ചർച്ചയിലേക്ക് കൊണ്ടുവരാം. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, തിരിച്ച് യുഡിഎഫിലേക്ക് തന്നെ പോകുന്ന കാര്യത്തിലൊക്കെ ഒരു വിഭാഗത്തിന് രഹസ്യമായെങ്കിലും ആഗ്രഹമുണ്ട്. അപ്പോൾ ആ വിഷയമൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമോ? തീർച്ചയായും അമൃത, ഇക്കാര്യങ്ങളടക്കം ജോസ് കെ മാണിയോട് നമ്മൾ ചോദിച്ചിരുന്നു. പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം മുന്നണിയിൽ അല്ലെങ്കിൽ പാർട്ടിയിൽ ഒരു അണികൾക്കിടയിൽ വലിയ രീതിയിൽ യുഡിഎഫിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ള താല്പര്യമടക്കം ചൂണ്ടിക്കാണിച്ചപ്പോൾ അക്കാര്യങ്ങളടക്കമെല്ലാം ചർച്ച ചെയ്യുമെന്ന് ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. എന്തായാലും പ്രധാനപ്പെട്ട ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ അജണ്ട നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലമാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്തിന്റെ മൊത്തം വിധിയെഴുത്തല്ല എന്നതാണ് കേരള കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ. കേരള കോൺഗ്രസ് പറയുന്നത് ഇതിന് പിന്നാലെ യു ഡി എഫ് പലപ്പോഴും എൽ ഡി എഫിലെ പല ഘടകകക്ഷികളെയും സമീപിക്കുന്നത് ആ ജനവിധി അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. മറിച്ച് സംസ്ഥാനം മൊത്തത്തിലുള്ളൊരു ജനവിധി അല്ല നിലമ്പൂരിൽ ഉണ്ടായതെന്നാണ് കേരള കോൺഗ്രസ് പറയുന്നത്. അതോടൊപ്പം വന്യജീവി പ്രശ്നം, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങൾ എന്നിവയടക്കം ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യും. കൂടാതെ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസ് ആവശ്യപ്പെടും. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്നുള്ള കാര്യമടക്കം ആവശ്യപ്പെടും. എന്തായാലും നേരത്തെ തന്നെ യുഡിഎഫ് പരോക്ഷമായി കേരള കോൺഗ്രസിന്റെ മടങ്ങി വരണം എന്നുള്ള കാര്യം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം പല ആവർത്തി പറഞ്ഞതാണ്. അക്കാര്യങ്ങളടക്കം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് തിടുക്കപ്പെട്ട ഒരു തീരുമാനം എടുക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടിയൊക്കെ മനസ്സിലാക്കിയ ശേഷമായിരിക്കും അത്തരത്തിൽ മുന്നണി മാറ്റ ചർച്ചകളെ ഗൗരവത്തോടെ കേരള കോൺഗ്രസ് കാണുക എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അമൃത, ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.